യസ്ര അധ്യായം 5. ദൈവം ഇതിൻ്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. ഹഗ്ഗായി, ഇദ്ദോയിയുടെ മകൻ സക്കറിയ എന്നീ പ്രവാചകന്മാർ യഹൂദയിലും യെരൂശലേമിലുമുള്ള യഹൂദന്മാരോട് തങ്ങളുടെ മേൽ വിളിക്കപ്പെട്ട ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ നാമത്തിൽ പ്രവചിച്ചു. അങ്ങനെ ശെരതിയേലിൻ്റെ മകനായ സുർബാബേലും യൂസോദേക്കിൻ്റെ മകനായ യോശുവയും യെരൂശലേമിലെ ദേവാലയം പണിയുവാൻ തുടങ്ങി. ദൈവത്തിൻ്റെ പ്രവാചകന്മാർ അവരോടുകൂടെ ഇരുന്ന് അവരെ സഹായിച്ചു. ആ കാലത്ത് നദിക്കിക്കരെയുള്ള ഭരണാധിപതിയായ തത്നായിയും ഷേതെർബോസ്നായിയും അവരുടെ സഹായികളും അവരുടെ അടുക്കൽ വന്നു. അവരോട്, ഈ ആലയം പണിയുവാനും ഈ കോട്ട കെട്ടുവാനും നിങ്ങൾക്കാരാണ് കൽപ്പന തന്നതെന്ന് ചോദിച്ചു. ഈ കെട്ടിടം പണിയുന്ന ആളുകളുടെ പേരെന്തെന്ന് അവരോട് ചോദിച്ചു. എന്നാൽ ദൈവം യഹൂദന്മാരുടെ മൂപ്പന്മാർക്ക് ദയ നൽകുകയാൽ ഈ കാര്യം ദാരിയൂസിൻ്റെ സന്നിധിയിൽ ബോധിപ്പിച്ചു. മറുപടി വരും വരെ അവർ അവരുടെ പണി മുടക്കിയില്ല. നദിക്കക്കരെ ഭരണാധിപനായ തത്നായിയും ഷേതർബോസ്നായിയും നദിക്കരയുള്ള അവർസ്യരായ അവൻ്റെ സഹകാരികളും ദാരിയൂസ് രാജാവിന് എഴുതി അയച്ച എഴുത്തിൻ്റെ പകർപ്പ് അവർ അവന് ഒരു അപേക്ഷ കൊടുത്തയച്ചു. അതിൽ എഴുതിയത്, ദാരിയൂസ് രാജാവിന് സർവമംഗളവും ഭവിക്കട്ടെ. രാജാവിനെ ബോധിപ്പിപ്പാൻ ഞങ്ങൾ യഹൂദായിൽ മഹാദൈവത്തിൻ്റെ ആലയത്തിലേക്ക് ചെന്നു. അത് വലിയ കല്ലുകൊണ്ട് പണിയപ്പെടുന്നു. ചുവരിന്മേൽ ഉത്തരം കയറ്റുന്നു. അവർ ഉത്സാഹത്തോടെ പണി നടത്തുന്നു. അവർക്ക് സാധിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ ആ മൂപ്പന്മാരോട്, ഈ ആലയം പണിയുവാനും ഈ കോട്ട കെട്ടുവാനും നിങ്ങൾക്ക് കൽപ്പന തന്നത് ആരെന്ന് ചോദിച്ചു. അവരുടെ തലവന്മാരായ ആളുകളുടെ പേരുകൾ എഴുതി സന്നിധാനത്തിൽ അയക്കേണ്ടതിന് ഞങ്ങൾ അവരുടെ പേരും അവരോട് ചോദിച്ചു. എന്നാൽ അവർ ഞങ്ങളോട്, ഞങ്ങൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ദാസന്മാരാകുന്നു. വളരെ സംവത്സരം മുമ്പേ പണിതിരുന്ന ആലയം ഞങ്ങൾ പണിയുന്നു. അത് ഇസ്രായേലിലെ ഒരു മഹാരാജാവ് പണിതതായിരുന്നു. എങ്കിലും ഞങ്ങളുടെ പിതാക്കന്മാർ സ്വർഗത്തിലെ ദൈവത്തെ കോപിപ്പിച്ചതുകൊണ്ട് അവൻ അവരെ ബാബേൽ രാജാവായ നെബൂഖദ്നേസർ എന്ന കൽദയന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അയാൾ ഈ ആലയം നശിപ്പിച്ചു ജനത്തെ ബാബേലിലേക്ക് കൊണ്ടുപോയി. എന്നാൽ പാർസി രാജാവ് കോരേഷിൻ 1-ാം ആണ്ടിൽ കോരേഷ് രാജാവ് ഈ ദേവാലയം പണിയുവാൻ കൽപ്പന തന്നു. നെബൂഖദ്നേസർ യെരൂശലേമിലെ മന്ദിരത്തിൽ നിന്നെടുത്ത് ബാബേലിലെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി വച്ചിരുന്ന ദൈവാലയം വക പൊന്നും വെള്ളിയും കൊണ്ടുള്ള ഉപകരണ കോരേഷ് രാജാവ് ബാബേലിലെ ക്ഷേത്രത്തിൽ നിന്ന് എടുപ്പിച്ചു. താൻ നിയമിച്ചിരുന്ന ശേഷ്ബസ്റ്റർ എന്നു പേരുള്ള ദേശാധിപതിക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അവനോട്, ഈ ഉപകരണങ്ങൾ നീ എടുത്ത് യെരൂശലേമിലെ മന്ദിരത്തിൽ കൊണ്ടുചെന്ന് വയ്ക്കുക. ദൈവാലയം അതിൻ്റെ സ്ഥാനത്ത് പണിയട്ടെ എന്ന് കൽപ്പിച്ചു. അങ്ങനെ ശേഷ്ബസ്സർ വന്നു യെരൂശലേമിലെ ദൈവാലയത്തിൻ്റെ അടിസ്ഥാനമിട്ടു. അന്നു മുതൽ ഇന്ന് വരെ അത് പണിതു വരുന്നു. ഇതുവരെ അത് തീർന്നിട്ടില്ല എന്ന് അവർ ഉത്തരം പറഞ്ഞിരിക്കുന്നു. ആകയാൽ രാജാവ് യെരൂശലേമിലെ ഈ ദേവാലയം പണിയുവാൻ കോരേഷ് രാജാവ് കൽപ്പന കൊടുത്തത് സത്യമോ എന്ന് ബാബേലിലെ രാജഗൃഹത്തിൽ പരിശോധിച്ച് ഇത് സംബന്ധമായി
അങ്ങയുടെ കൽപ്പന ഞങ്ങൾക്ക് എഴുതി അയച്ചു തരണമെന്ന് അപേക്ഷിക്കുന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാറകുമോ.